ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനഗറിലെ ഡാൽ ലേക്കിലേക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് നേരത്തെ നമ്മൾ കണ്ട മുഗൾ ഗാർഡനാണ്. മുഗൾ ഗാർഡൻ്റെ നേരെ എതിർവശത്താണ് ഡാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഡാൽ ലേക്കൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വരാം. ജമ്മു കാശ്മീരിൻ്റെ വേനൽക്കാല തലസ്ഥാനമായ ശ്രീനഗറിലെ ഒരു ശുദ്ധജല തടാകമാണ് ഇത്. ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. ജമ്മു കാശ്മീരിലെ രണ്ടാമത്തെ വലിയ തടാകം കൂടിയാണ് ഈ ഡാൽ ലേക്ക്, അതായത് ദാൽ തടാകം. വിനോദസഞ്ചാരികളും നാട്ടുകാരും ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന സ്ഥലം ശ്രീനഗറാണ്. കാശ്മീർ താഴ്വാരത്തിലെ വിനോദത്തിനും ഈ തടാകം അവിഭാജ്യ ഘടകമാണ്. പൂക്കളുടെ തടാകം എന്നും ശ്രീനഗറിൻ്റെ രത്നമെന്നും ഈ തടാകത്തിനെ അറിയപ്പെടുന്നു. മത്സ്യബന്ധനത്തിനും അതുപോലെ തന്നെ ജലശുദ്ധീകരണ പ്ലാന്റുകളുടെ പ്രവർത്തനം കൊണ്ടും ഈ തടാകത്തിൽ കൂടുതലായി വശങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്നു. മത്സ്യബന്ധനം നല്ല രീതിയിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ഐ ലവ് ശ്രീനഗർ എന്നെഴുതി വെച്ച വലിയൊരു ബോർഡൊക്കെ കാണാം. ഇവിടെ ഒത്തിരി വഴിയോര കച്ചവടക്കാരെല്ലാം ഇന്ന് കൂടിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായ കുറച്ച് ഷോറൂമുകളും ഇവിടെയുണ്ട്. ഇതിലെല്ലാം തന്നെ ഐസ്ക്രീം, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ്, അതുപോലെ കൂൾ ഡ്രിങ്ക്സ് എന്നിവയെല്ലാമുള്ള ചെറിയ സ്നാക്സുകൾ എന്നിവയെല്ലാമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള കടകളുണ്ട്. ഇതാണ് ഡാൽ ലേക്കിൻ്റെ ഒരു ദൃശ്യം. ഇത് ഇങ്ങനെ നീണ്ടു നിവർന്ന് പരന്നു കിടക്കുകയാണ് ഡാൽ ലേക്ക്. ഈ ലേക്കിൻ്റെ തീരപ്രദേശം, ഇതിൻ്റെ ചുറ്റളവ് 15 കിലോമീറ്ററോളം തീരപ്രദേശവുമായി ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിന് ചുറ്റുമായി മുഗൾ കാലഘട്ടത്തിലെ പൂന്തോട്ടങ്ങൾ, പാർക്കുകൾ, ഹൗസ് ബോട്ടുകൾ, ഹോട്ടലുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഇതാണ് ഇവിടുത്തെ ഷിക്കാരകൾ. ഈ ഷിക്കാരയിൽ നമ്മളെ ഇവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറക്കി. ഇതിൽ എൻജിനല്ല അവർ ഉപയോഗിക്കുന്നത്, കൈകൊണ്ട് തുഴ കൊണ്ട് നമ്മളെ ഈ ഭാഗങ്ങളെല്ലാം ചുറ്റിക്കറക്കി കൊണ്ടുവരും. അതിനൊരു ഫീസുണ്ട്. നമുക്കും ഇതിൽ പോകണം. ഈ ഷിക്കാരകൾ വന്നടിപ്പിക്കാനുള്ള ഒരു ബോട്ട് ജെട്ടിയാണ് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെയും ധാരാളം വഴിയോര കച്ചവടക്കാരെല്ലാം ഉണ്ട്. ഈ സൈഡിലുകളെല്ലാം ഫാസ്റ്റ് ഫുഡിൻ്റെ ഏരിയയാണ്. ഇതിലെല്ലാം തന്നെ കാശ്മീരി വിഭവങ്ങളുടെ, നോൺ വിഭവങ്ങളുടെ, മട്ടൻ, സ്പെഷ്യലി മട്ടൻ കബാബ് എന്നിവയെല്ലാമുള്ള ഷോപ്പുകളാണ് ഇവിടെയും തിരക്കുണ്ട്. ഈ ഭാഗത്തെ കൂടെയെല്ലാം നടന്ന് ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പകർത്തിക്കൊണ്ട് വീണ്ടും ഡാൽ ലേക്കിൻ്റെ അപ്പുറത്തെ വശത്തിലേക്കുള്ള നടത്തത്തിലേക്ക് ആണ്. ഇന്ന് തദ്ദേശീയരായ ടൂറിസ്റ്റുകൾ ഒത്തിരി ഇവിടെയുണ്ട്. മൺസൂണായ കാരണം മറ്റു സംസ്ഥാനങ്ങളിലുള്ള ടൂറിസ്റ്റുകൾ ശ്രീനഗറിലേക്ക് വരവ് കുറവാണ്. നമുക്ക് സെക്യൂരിറ്റി തരുന്ന ജവാന്മാരാണിത്. അവർ ഫുൾ ആയുധധാരികളായ ജവാന്മാരും ധാരാളം ഇവിടെയുണ്ട്. ഈ ജവാന്മാരുള്ളിടത്തോളം കാലം നമുക്കൊന്നും പേടിക്കേണ്ട. ഇവിടുത്തെ സ്ത്രീജനങ്ങളെല്ലാം ധൈര്യപൂർവ്വം ഇതിലെ ഇറങ്ങി നടക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത് ഈ സെക്യൂരിറ്റിയിലൂടെയാണ്. അവരുടെ നിരീക്ഷണത്തിലാണ് നമ്മൾ മൊത്തം. മുഗൾ ചക്രവർത്തി ജഹാംഗീറിൻ്റെ കാലത്ത് നിർമ്മിച്ച ഷാലിമാർ, നിഷാദ് ബാഗ് എന്നീ ഉദ്യാനങ്ങളിൽ നിന്നും തടാകത്തിൻ്റെ മനോഹരമായ കാഴ്ച അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കാണാം.
ഇത് ഈ തടാകത്തിൻ്റെ രാത്രികാല ദൃശ്യങ്ങളാണ്. അപ്പുറത്തെല്ലാം തന്നെ കെട്ടുവള്ളങ്ങളാണ്. അത് മൂവബിൾ അല്ല. അവിടെ ഒരു ഭാഗം കെട്ടുവള്ളവും മറ്റു സൈഡ് കരയിലേക്ക് കയറിയിട്ടുള്ള റിസോർട്ടുകളാണ്. ഇവിടെയും നമുക്ക് ഈ ഡാൽ ലേക്കിന് നമുക്ക് ഒരു ജവാൻ കാവലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ നമ്മൾ അവരുടെ സംരക്ഷണയിലാണ് നമ്മളിവിടെ പോകുന്നത്. ഒന്നിനും അവിടെ നമുക്ക് പേടിക്കേണ്ടതില്ല. ഈ ഡാൽ ലേക്ക് ശൈത്യകാലത്ത് ഈ ശ്രീനഗറിലും -11 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. അപ്പോൾ ഈ ലേക്ക് ഐസ് ആയി മാറുന്നു. ഈ സ്ഥിതിവിശേഷം ചില കൊല്ലങ്ങളിലെല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിലൂടെ ഐസ് സ്കേറ്റിംഗ് വീഡിയോ നമ്മൾ മാധ്യമങ്ങളിലൂടെയെല്ലാം കാണാം. ദാൽ തടാകം ഫ്രീസായിരിക്കുന്നു എന്നുള്ള വാർത്ത. ഈ തടാകത്തിൽ ഫ്ലോട്ടിംഗ് ഗാർഡൻ ഉൾപ്പെടെ 22 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പ്രകൃതിദത്തമായ തണ്ണീർത്തടത്തിൻ്റെ ഭാഗമാണ് ഈ ദാൽ തടാകം. ഇതിൽ ഫ്ലോട്ടിംഗ് ഗാർഡനുകളും ഒത്തിരി ഏരിയയിൽ പച്ചക്കറി ഫ്ലോട്ടിംഗ് ഈ പ്രതലത്തിൽ പച്ചക്കറി ചെയ്യുന്ന പ്രദേശങ്ങളും എല്ലാം തന്നെ ഇതിലുണ്ട്. ഈ ഫ്ലോട്ടിംഗ് ഗാർഡനിൽ താമരപ്പൂ യഥേഷ്ടം വിരിയുന്നൊരു സ്ഥലമാണ് കൂടിയാണ്. ഇതാണ് നമ്മുടെ ദാൽ തടാകത്തിൻ്റെ രാത്രികാല ദൃശ്യം. ഇവിടെയെല്ലാം ഈ മതിൽമേ വന്നിരുന്ന് വർത്താനം പറഞ്ഞ് ഇരിക്കുന്ന തദ്ദേശീയരും അതുപോലെ തന്നെ സഞ്ചാരികളും ധാരാളം ഈ പരിസരത്തിൽ കൂടെ നടക്കുന്നുണ്ട്. ഈ ദാൽ തടാകത്തിലെ മത്സ്യബന്ധനത്തിൽ ഇതിനു ചുറ്റും താമസിക്കുന്നവർ നിരവധി പേർക്ക് ഉപജീവന മാർഗമാണ്. അത്രയധികം തന്നെ മത്സ്യവിഭവം ഇതിലുണ്ട്. ഇതിൽ കരിമീൻ കൃഷിയാണ് ഏറ്റവും കൂടുതൽ. ഈ തടാകത്തിന് ഇപ്പോൾ മലിനീകരണം കൂടുന്നതിനനുസരിച്ച് മത്സ്യസമ്പത്ത് കുറയുന്നു എന്നുള്ള ഒരു വാർത്തയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും ഹൗസ് ബോട്ടുകളിൽ നിന്നും തടാകത്തിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നു എന്നുള്ള ഒരു പരാതിയുമുണ്ട്. ഈ ലൈറ്റൊക്കെ ഇട്ട് ഈ ശിക്കാരകളങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇതിലെ യാത്രകളില്ല. നാളത്തേക്കുള്ള യാത്രക്കാരെയും പ്രതീക്ഷിച്ച് അവരെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. കാശ്മീരിൻ്റെ ഗൊണ്ടോള എന്ന് വിളിപ്പേരുള്ള ബോട്ടുകളും ഷിക്കാര എന്ന് വിളിപ്പേരുള്ള ചെറുവഞ്ചികളും ഇതിലൂടെയുള്ള തടാകത്തിലൂടെ സവാരി സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക വിനോദമാണ്. ദാൽ തടാകം സമുദ്രനിരപ്പിൽ നിന്നും 5200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. പീർ പഞ്ചാൽ മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ശ്രീനഗർ. ഇവിടെയും ധാരാളം ഇതുപോലെ തന്നെയുള്ള ചെറിയ ഷിക്കാരകളെല്ലാം ഉണ്ട്. നമ്മൾ ഹിന്ദി സിനിമകൾ കണ്ടിരിക്കാം. ഒത്തിരി സിനിമകൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന പ്രദേശം കൂടിയാണ്. ഈ ഷിക്കാരയിലുള്ള പാട്ടുകളും പാട്ടു സീനുകളും ഈ ദാൽ തടാകത്തിലൂടെയുള്ള ബോട്ട് സവാരിയും എല്ലാം നമ്മൾ ധാരാളം കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളിൽ. ഇങ്ങനെ ഇന്നത്തെ യാത്ര രാത്രിയായി. ഇന്ന് നമ്മൾ ശ്രീനഗറിലാണ് റൂമെടുത്തിരിക്കുന്നത്. നാളെ ഇവിടെ നിന്ന് സോനാമാർഗും ആദ്യം ഗുൽമാർഗിലേക്ക് പോകണം. ഗുൽമാർഗിൽ നിന്ന് വീണ്ടും ശ്രീനഗർ എത്തി ശ്രീനഗറിൽ നിന്ന് വീണ്ടും സോനാമാർഗിലേക്ക് പോകണം എന്നുള്ള യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ സോനാമാർഗിൽ തങ്ങണമെന്നാണ് കരുതുന്നത്. ഇവിടെ ഒരു ബോട്ടുകാരൻ പയ്യനെ പരിചയപ്പെട്ട് അവൻ്റെ ഷിക്കാരയിലേക്ക് എന്നെ കൊണ്ടുപോയി ഇതൊക്കെ ഒന്ന് കാണിച്ചു തന്ന് പരിചയപ്പെടുത്തി ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.